بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. വിശ്വാസികൾ, നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദൃഢമായി ബോധ്യമുള്ള കാര്യമാണ് നമ്മിലേക്ക് വന്നെത്തുന്ന മരണം. ഏത് സന്ദർഭത്തിലാണെങ്കിലും അല്ലെങ്കിൽ എത്രയധികം സുരക്ഷിതമായ സ്ഥലത്താണെങ്കിലും എത്രയധികം ആരോഗ്യമുള്ള അവസ്ഥയിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന സമയത്ത് നാം മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിയുണ്ടാക്കപ്പെട്ട അത്യുന്നതമായ കോട്ടക്കകത്താണെങ്കിലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഇത് നമുക്ക് ബോധ്യമുള്ള യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ മുൻപുള്ള നമ്മുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ചിലരുടെ മക്കൾ, അങ്ങനെ പലരും മരണപ്പെട്ടു പോയതിന് നാം സാക്ഷികളാണ്. അവർ മരണപ്പെട്ടു പോയി എന്നുള്ളത് നമ്മിലേക്കും മരണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ദുനിയാവാണ് അമല് ചെയ്യാനുള്ള സ്ഥലം. നാളെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള സ്ഥലം അത് ദുനിയാവാണ്. പരലോകത്ത് അതിന്റെ വിചാരണയും അതിന്റെ നന്മക്കുള്ള പ്രതിഫലവും തിന്മക്കുള്ള ശിക്ഷയുമായിരിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖ്ബില. ദുനിയാവ് നമ്മുടെ പിന്നിൽ കടന്നുപോയിക്കൊണ്ട് പരലോകം അതാ നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ആ രണ്ടെണ്ണത്തിനും സന്താനങ്ങളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക, ദുനിയാവിന്റെ സന്താനങ്ങളാകരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്നേ ദിവസം പ്രവർത്തനത്തിന്റെ ദിവസമാണ്, ഇവിടെ വിചാരണ ഉണ്ടാകില്ല. വഗദൻ, എന്നാൽ നാളെ ഹിസാബുൻ വലാ അമലുൻ, വിചാരണയാണ്, കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല. മരണം എന്നുള്ളത് നമ്മുടെ അമല് അവസാനം, ഇൻഖത അൻഹു അമലു, അവന്റെ ഒരു മയ്യിത്ത് ആവുമ്പോഴേക്കും അവന്റെ അമലുകൾ അവിടെ മുറിഞ്ഞു പോകും. പരലോകത്തേക്കുള്ളത് അവൻ ചെയ്തു വെച്ചത് അവന് ലഭിക്കുകയുള്ളൂ. എന്നാൽ ചില കർമ്മങ്ങൾ നാം മരണപ്പെട്ടു പോയാലും ദുനിയാവിൽ നമ്മൾക്ക് വേണ്ടി ചില ആളുകൾ ചെയ്താൽ, നമ്മുടെ അടുത്ത ആളുകൾ ചെയ്താൽ അതിന്റെ നേട്ടം, അതുകൊണ്ടുണ്ടാവുന്ന നഫ്അ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നാം പറയുന്ന വിഷയം, നമ്മുടെ നാടുകളിലെല്ലാം നാം കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ഇപ്പൊ നമ്മുടെ ഉപ്പ മരണപ്പെട്ടു പോയാല്, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയാല്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്ത് മരണപ്പെട്ടു പോയാല് അവന്റെ ഖബറിലേക്കും അവന്റെ പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്ന വിഷയമാണ്. നമ്മുടെ നാടുകളിൽ ആ വിഷയത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകളിൽ വലിയ പിഴവുകളും കാണാൻ സാധിക്കും. പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഈ വിഷയത്തിൽ ചെയ്യുന്നത് കാണാം. അപ്പൊ നാം പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ഒരു ആൾക്ക് ഉപകാരപ്പെടുക അവന്റെ അമലുകളാണ്, അവൻ ചെയ്ത കർമ്മങ്ങളാണ്. അതാണ് പരലോകത്തേക്ക് അവൻ ഉപകാരപ്പെടുക. എന്നാൽ ചില കാര്യങ്ങൾ അവന്റെ കുടുംബക്കാർ അല്ലെങ്കിൽ അവന്റെ മക്കൾ അങ്ങനെ ചിലർ ചെയ്താൽ, അല്ലെങ്കിൽ ഇവൻ തന്നെ ചെയ്തു വെച്ചതിന്റെ ചില കാര്യങ്ങൾ അതവൻ എന്തുണ്ടാകും, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാകും. നാം ഇന്ന് പറയുന്നത്, ആ വ്യക്തിയുടേതല്ലാത്ത മറ്റാളുകൾ ചെയ്താൽ
മരണപ്പെട്ട മയ്യത്തിന് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യം വിശദീകരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ധാരാളം ബിദ്അത്തുകളുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ബിദ്അത്തുകൾ, പിന്നെ ആ മരണപ്പെട്ട ആളുടെ പേരില് 3-ാമത്തെ ദിവസം ദിക്ർ ചെയ്യാ പറഞ്ഞ എത്രയോ ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലുന്ന അവസ്ഥ, അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിക്ക് ആ മൗലൂദുകൾ പാരായണം ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഖുർആൻ ഖത്തം തീർത്തിട്ട് ഇത്ര ഖത്തം തീർത്തിട്ട് അത് അയാൾക്ക് ഹദിയ ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആളുകളെ വാടകയ്ക്ക് വിളിച്ച് അത് ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ എന്നാൽ യഥാർത്ഥ രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അത് ആ മരണപ്പെട്ട വ്യക്തിക്ക് ഉപകാരം ലഭിക്കുന്നതുമാണ്. ഈ രണ്ടെണ്ണം തമ്മിൽ ആ വേർതിരിവ് ഉണ്ടാവുക എന്നുള്ളത്, വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നാം പറയുന്നത്, മരണപ്പെട്ട വ്യക്തിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നാം ചെയ്താൽ ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടുള്ള, നമുക്ക് സഹീഹായി വന്ന ഹദീസുകൾ വന്നിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു രീതിയിൽ നമ്മൾ പറയാം. ഒന്നാമതായിട്ട് ഒരു മരണപ്പെട്ട മയ്യത്തിന് ഉപകാരം ലഭിക്കുന്നത് അദ്ദുആഉ ലഹു ബഅദ ഖുറൂജി റൂഹ് മിൻ. ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ, മരണപ്പെട്ട ആ സന്ദർഭത്തിൽ റൂഹ് ആ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ആ മയ്യത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആ സമയത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ സന്ദർഭത്തിലുള്ള ദുആ. അതിനുള്ള ദലീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖാലത്ത്, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, دخل رسول الله صلى الله عليه وسلم على أبي سلمة وقد شق بصره فأغمضه. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ആ സന്ദർഭത്തിൽ പിന്നെ കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയാണ്. മരണപ്പെടുന്ന ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ അടച്ചു കൊടുത്തു. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചു കൊടുക്കണം. അങ്ങനെ അടച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم قال إن الروح إذا قبل تبعه البصر. റൂഹ് പിടിക്കപ്പെട്ടാൽ, റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ ആ റൂഹിനെ കണ്ണ് പിന്തുടരുമെന്നാണ്. റൂഹ് പോകുന്നത് നോക്കിയിട്ട് മയ്യത്തിന്റെ കണ്ണ് അതിലേക്ക് അങ്ങനെ തുറന്നു പോകും. നമുക്കറിയാം, മരണത്തിന്റെ സമയത്ത് കണ്ണ് മറിഞ്ഞു പോകുക എന്നൊക്കെ പറയുന്നത് അത് ആ റൂഹിനെ പിന്തുടരുന്നതാണ്. അപ്പോ പിന്നെ ഇത് കേട്ടപ്പോ ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടി. അവരാകെ ഒരു ഭയപ്പാടുന്ന അവസ്ഥയിൽ അബൂ സലമയുടെ കുടുംബവും ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഖൈറല്ലാതെ ഒന്നും ദുആ ചെയ്യരുത്. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലായികത്തുകൾ ആമീൻ പറയുന്നുണ്ടാകും. അതായത് ചില നമുക്ക് എതിരായിട്ട് അല്ലെങ്കിൽ നമുക്ക് ദോഷം വരുന്ന രീതിയിൽ ദുആ ചെയ്യരുത്. കാരണം നമ്മുടെ നാവിൽ നിന്ന് ആ ദുആ വരുന്ന സമയത്ത് മലായിക്കത്തുകൾ ആമീൻ പറയുന്നുണ്ടാകും. ആ മലായിക്കത്തുകൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹു തആല അത് സ്വീകരിച്ചാൽ നമുക്കെതിരായി തന്നെ അത് സംഭവിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ. അല്ലാഹുവേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന്റെ ദറജ ദറജ ഉയർത്തണമേ, മരണപ്പെട്ടവരെ അല്ലെങ്കിൽ മുൻഗാമികളെയല്ല, ദറജ ഉയർത്തണമേ. വഖ്ലുഫു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ. ആ അബൂ സലമയുടെ കുടുംബത്തിന് നല്ലൊരു പകരക്കാരനെ നീ നൽകണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. ഞങ്ങൾക്കും അതുപോലെ തന്നെ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ, ആ അബൂ സലമയുടെ ഖബർ നീ വിശാലമാക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം നിറയ്ക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. അപ്പൊ മരണപ്പെട്ട വ്യക്തി ആ മരണപ്പെട്ട സമയത്ത് ആ റൂഹ് പോയി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്താൽ അതെന്താണ്? അതാ മയ്യത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദുആ ആ മയ്യത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം ആ സമയത്ത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. രണ്ടാമത്തേത് ദുആവുമായി ബന്ധപ്പെട്ട് തന്നെ ആ ദുആന്റെ ഓരോ സന്ദർഭങ്ങൾ പറയാം. രണ്ടാമത്തെ ഒരു സമയമാണ് അസ്സലാത്തു അലൈഹി, സലാത്തുൽ ജനാസ.
മയ്യിത്ത് നമസ്കാരം അത് നമസ്കരിക്കുക. ആ നമസ്കാരം നിർവഹിക്കുക വഴി അതുകൊണ്ട് മയ്യത്തിന് ഉപകാരം ലഭിക്കുന്നതാണ്. ആ മയ്യത്ത് നമസ്കാരത്തിന് ദുആ കൊണ്ടും ഉപകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന 100 കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി. മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ യബ്ലുഗൂന 100. ഒരു മയ്യിത്തുമില്ല, അയാൾ മരണപ്പെട്ടു, അയാളെ 100 മുസ്ലിമീങ്ങൾ മയ്യിത്ത് നമസ്കരിച്ചു. 100 മുസ്ലിമീങ്ങൾ കുല്ലുഹും യശ്ഫഊന ലഹു, എല്ലാവരും ആ മയ്യിത്തിന് വേണ്ടി ശഫാഅത്ത് നടത്തുക, അഥവാ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇല്ലാ ശുഫിഉ ഫീഹി, ആ ശഫാഅത്ത് സ്വീകരിക്കാതിരിക്കുകയില്ല. ഈ ചില റിവായത്തുകളിൽ ഈ 100 എന്നുള്ളടുത്ത് 40 ഒന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന 40 ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുമെന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ മയ്യിത്ത് നമസ്കരിക്കുന്നവർ 3 സ്വഫുകളായിട്ട് നിൽക്കുകയാണെങ്കിൽ, 3 സ്വഫിന്റെ ആളുകളായിട്ട് നിൽക്കുകയാണെങ്കിൽ അതും ശഫാഅത്ത് സ്വീകരിക്കുമെന്ന് കാണാം. അതായത് മയ്യിത്ത് നമസ്കരിക്കുമ്പോൾ ആളുകൾ എത്ര കുറവാണെങ്കിലും എത്ര സ്വഫായിട്ട് നിൽക്കണമെന്നാണ്? 3 സ്വഫായിട്ട്. കാരണം ഹദീസിൽ 3 സ്വഫുകൾ ഉണ്ടെങ്കിൽ അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുമെന്നുണ്ട്. അതുപോലെ 40 തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നവർ, അതുപോലെ ഈ ഹദീസിൽ 100 എന്നും വന്നിട്ടുണ്ട്. ഈ 3 രീതിയിൽ. ഇവിടെ നമ്മുടെ വിഷയം ആ മയ്യത്ത് നമസ്കാരത്തിലെ ദുആ ആ മയ്യത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കാരത്തിൽ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന ദുആ اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنة واعذه من عذاب القبر او من عذاب النار. ഈ ദുആ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ മക്കളെയൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട ഒരു ദുആ ആണ് മയ്യിത്ത് നമസ്കാരത്തിലെ ഈ ദുആ. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ ദുആ ഉദ്ധരിക്കുന്ന ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നമസ്കാരത്തിൽ ഒരു ദുആ ചൊല്ലുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ഹിഫ്ളാക്കി. ഈ ദുആ കേട്ടിട്ട് അദ്ദേഹം പറയാണ്, ഹത്താ തമന്നൈതു അൻ അകൂന അന ദാലികൽ മയ്യിത്ത്, ഞാൻ ആ മയ്യിത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അത്രയും മനോഹരമായ ദുആ ആണ്. അപ്പൊ ഈ ദുആ മയ്യിത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നമസ്കാരത്തിൽ ദുആവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്തി ഫഖ്ലിസൂ ലഹു ദുആ, നിങ്ങൾ ഒരു മയ്യത്തിന് നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ ഇഖ്ലാസോട് കൂടിയുള്ളതാക്കുക. അതുകൊണ്ടുള്ള ഉദ്ദേശം ദുആ പൂർണ്ണ ശ്രദ്ധയിലും ആ മയ്യത്തിന് ഉപകരിക്കണമെന്നുള്ള നിലക്കും നല്ല ശ്രദ്ധയിലും അള്ളാഹുവിനോടുള്ള ആ പ്രതീക്ഷയിലും എല്ലാം ആ ദുആ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടാലാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ അതിനുള്ള വഴികളാണ്. നല്ല രീതിയിൽ ദുആ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു മയ്യിത്ത് നമസ്കാരത്തിൽ ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. മറ്റൊരു ദുആയിൽ നമുക്ക് കാണാം, നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക് വഹബ്ലി ജിവാരിക് فقه من فتنة القبر وعذاب النار وأنت أهل الوفاء والحق فاغفر له وارحمه إنك أنت الغفور الرحيم. اللهم إن فلان ابن فلان في ذمتك, ഇന്നാലിന്ന ആള് പേര് പറഞ്ഞിട്ട് പറയാം, അള്ളാഹുവെ നിന്റെ സംരക്ഷണത്തിലാണ്, വഹബ്ലി ജിവാരിക് നിന്റെ അടുത്താണ്, ഫഖഹ് മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാർ ഇവനെ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കണം, വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ് നീയാണ് ഹഖിന്റെയും വഫാഇന്റെയും ആള്, ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂർ റഹീം നീ അവന് പുറത്തു കൊടുക്കണം, കാരുണ്യം ചെയ്യണം, നീയാണ് ഗഫൂറും റഹീമും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു മയ്യിത്തിന് ആ മയ്യിത്ത് മരണപ്പെട്ട് കിടക്കുന്ന സമയത്തുള്ള ദുആ ഉപകാരപ്പെടുന്നതാണ്. മയ്യിത്ത് നമസ്കാരത്തിലെ ദുആ ഉപകാരപ്പെടുന്നതാണ്. മൂന്നാമതായിട്ട് الوقوف عند القبر بعد دفن الميت ودعاء والاستغفار له.
മയ്യിത്തിനെ മറമാടിയതിനു ശേഷം ആ മറമാടിയ സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടൽ, അതുപോലെ തന്നെ ദുആ ചെയ്യൽ, അത് മയ്യത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ, അതിന്റെ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു ബിത്തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അൽ. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം, അവന് തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. ഫഇന്നഹു അൽആന യുസ്അൽ, അവനിപ്പോൾ ചോദിക്കപ്പെടുന്നതാണ്, അവൻ ഖബറിലെ ചോദ്യങ്ങൾക്ക് ചോദിക്കപ്പെടുന്നതാണ്. നമുക്കറിയാം, തസ്ബീത്ത് ചോദിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാടുകളിൽ നമ്മൾ ചെയ്യുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുഹാൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്ന ദുആ, അത് ആ ദുആഇന്റെ ലഫ്ളുകൾ ഹദീസിൽ വന്നിട്ടുള്ളതല്ല. തസ്ബീത്ത് ചോദിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സാധാരണക്കാരായ ആളുകൾക്ക് അറബിയിൽ അത് ചോദിക്കാൻ വേണ്ടി ആ ലഫ്ളുകൾ പഠിപ്പിച്ചു എന്ന് മാത്രം. അറബി അറിയുന്ന ആൾക്ക് അറിയുന്ന രീതിയിൽ ആ തസ്ബീത്തും ഇസ്തിഗ്ഫാറും എല്ലാം ചോദിക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ തെറ്റായ രീതിയിൽ കാണുന്ന ഒരു കാര്യമാണ്, പലരും ഖബറ് മയ്യിത്ത് മണ്ണിടുമ്പോഴേക്കും എന്ത് പറയാൻ തുടങ്ങും, ഈ തസ്ബീത്ത് ചൊല്ലാൻ തുടങ്ങും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമാണ്, ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത്. ഫറഗ എന്ന് പറഞ്ഞ ഒഴിവാണ്, അഥവാ മയ്യിത്ത് മറമാടുന്നതിൽ നിന്ന് ഒഴിവായി, അത് മുഴുവൻ എല്ലാം കഴിഞ്ഞു, അതിനുശേഷമാണ് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, തസ്ബീത്തിനെ ചോദിക്കേണ്ടത്. അപ്പോ അവിടെ അത് ചോദിക്കൽ, മയ്യത്തിന് വേണ്ടി ആ കാര്യങ്ങൾ ചോദിക്കൽ മയ്യത്തിന് ഉപകാരപ്പെടും. എന്നാൽ ഇന്ന് കാലത്ത് പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ കാണാം, ഇല്ലാത്ത തൽഖീൻ എന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ മയ്യത്തിന്റെ ചെവിയിൽ പോയിട്ട് എന്നോട് ഇന്ന ചോദ്യം ചോദിക്കും, ഇന്ന മറുപടി പറയണം, അല്ലെങ്കിൽ മയ്യത്തിന്റെ കഫൻ തുണിയുടെ ഉള്ളിലേക്ക് ഓരോ ചോദ്യത്തിന് ഉത്തരം പേപ്പറിൽ എഴുതിയിട്ട് അത് വെച്ചു കൊടുക്കുന്ന അവസ്ഥ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരാണെന്ന് മാത്രമല്ല, പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകളാണ്. ഇത് മയ്യത്തിന് യാതൊരു ഉപകാരം ചെയ്യില്ല, ആ മയ്യത്തിന് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഈ കാര്യം കൊണ്ട് ആ മയ്യത്തിന് ഉപകാരം ഉണ്ടാകുന്നതാണ്. ഇനി നാലാമതായിട്ട് അദ്ദുആഉ ലിൽ മയ്യിതി ഇൻദ സിയാറതിഹി ഫിൽ മഖാബിർ. ഒരു മയ്യത്തിനെ മഖ്ബറയിൽ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ മയ്യത്ത് ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ നാം ചെയ്യുന്ന ദുആകൾ, ഇതും ആർക്ക് ഉപകാരപ്പെടും, മയ്യത്തിന് ഉപകാരപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിൽ ചെല്ലുമ്പോൾ പറയുമായിരുന്നു, അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ, ഈ ഖബറിന്റെ ആളുകളായിട്ടുള്ള ഈ ഭവനങ്ങളിലെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, സലാം ഉണ്ടാവട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് ചേരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആ ആണ്. മുൻപ് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ, മുൻപ് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അതിനുശേഷം വന്നവർ ദുആ ചെയ്യുന്ന ദുആ, റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ. എന്താ ഈ ദുആ ചെയ്യുമ്പോഴൊക്കെ ദുആഇന്റെ മര്യാദകൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ ദുആ ചെയ്യുന്നത് നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോഴും നമ്മുടെ സ്വന്തത്തിനാണ് ആദ്യം ദുആ ചെയ്യുന്നത്. റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ. എന്നിട്ട് പറയാണ് വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ ഈമാന് കൊണ്ട് ഞങ്ങളെക്കാൾ മുന്നിട്ട് മരണപ്പെട്ടു പോയ ഈ മുഅ്മിനീങ്ങൾ, അവർക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ഞങ്ങളുടെ കൽബിൽ മുഅ്മിനീങ്ങളോട് ഒരു ചെറിയ തരത്തിലുള്ള ഒരു അകൽച്ച, വിദ്വേഷം പോലും ഉണ്ടാക്കരുത്. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ റഊഫുൻ റഹീമുമാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നാം പറയുന്നത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദുആ.
അവർ ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ദുആ. അതിൽ പ്രത്യേകിച്ച് സാലിഹായ സന്താനങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ തലാസ. ഒരു അടിമയ്ക്ക് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ അമലുകൾ മുറിക്കപ്പെട്ടു, 3 ഒഴികെ. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി. അവൻ നൽകിയ ജാരിയായ സദഖ, അവൻ ഉപകാരപ്പെടുന്ന ഇൽമു പഠിപ്പിച്ചത്, ഇത് രണ്ടും അവന്റെ പ്രവർത്തനത്തിൽ നിന്നാണ്. ദുനിയാവിൽ അവൻ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് അവന് ഖബറിൽ കിട്ടുന്നതാണ്. മൂന്നാമത് പറഞ്ഞ സ്വാലിഹായ ഒരു സന്താനം അവന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഉലമാക്കൾ പറഞ്ഞു, ഒരു സന്താനം സ്വാലിഹായിട്ടുണ്ടെങ്കിൽ അതും അവന്റെ അമലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് അവരെ സ്വാലിഹ്യങ്ങളാക്കാൻ, അവരെ തഖ്വയുള്ളവരാക്കാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ, അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ദുആ എന്നുള്ളത്. അപ്പോ നമ്മൾ നമ്മുടെ പിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം ഉപകരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അതും അവർക്ക് ഉപകരിക്കുന്നതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം ഖളാഉദ്ദൈനി അൻഹു, അവരുടെ കടം വീട്ടിക്കൊടുക്കുക. മരണപ്പെട്ട ആളുകളുടെ കടം വീട്ടിക്കൊടുക്കുക, അത് അവർക്ക് ഉപകരിക്കുന്നതാണ്. അതിനു പുറമെ അത് വീട്ടിക്കൊടുക്കേണ്ടതുമാണ്. അത് അവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു മുഅ്മിനിന്റെ നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും, അത് വീട്ടിക്കൊടുക്കുന്നത് വരെ. വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കടബാധ്യത എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷഹീദായ ഒരു വ്യക്തിയെ പറ്റി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും, അവന്റെ കടബാധ്യത ബാക്കിയാകുന്ന ഒരു അവസ്ഥ. ചില ഹദീസുകളിൽ അവൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതാണെങ്കിൽ അല്ലാഹു തആല ചില ഇളവുകളെല്ലാം പറഞ്ഞതായി വേറെ ഹദീസിൽ കാണാം. പക്ഷെ എന്നിരുന്നാലും വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കടബാധ്യതയോടുകൂടി മരണപ്പെടുക. ഇനി ഈ കടബാധ്യത വീട്ടിക്കൊടുക്കുക, മരണപ്പെട്ട വ്യക്തിക്ക് കടബാധ്യത വീട്ടിക്കൊടുക്കുക എന്നുള്ളത് 2-3 തലങ്ങളിലുണ്ട്. ഒന്നാമത്തേത്, മരണപ്പെട്ട വ്യക്തിയുടെ കടം വീട്ടിക്കൊടുക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ നിന്നായിരിക്കണം. ഒന്നാമതായി ചെയ്യുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ നിന്ന് കടം വീട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഈദ് ബിൻ അക്വൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടു. അന്ന അഖാഹു മാത വതറക 300 ദിർഹമിൻ. ഒരു 300 ദിർഹം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. മരണപ്പെട്ടു, 300 ദിർഹം അയാൾ വെച്ചിട്ടുണ്ട്. വതറക ഇയാലൻ, കുടുംബവുമുണ്ട്. ഫഅറദ്തു അൻ ഉൻഫിഖഹ അലാ ഇയാലിഹി. അപ്പൊ സഈദ് ബിൻ അക്വൽ പറയാണ്, ഞാൻ വിചാരിച്ചു അവന്റെ ആ 300 ദിർഹം എന്നുള്ളത് അവന്റെ കുടുംബത്തിന്റെ മേലെ ചെലവഴിക്കാൻ വിചാരിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖാക മുഹ്തബസുൻ ബിദൈനിഹി ഫഖ്ദി അൻഹു. നിന്റെ സഹോദരൻ കടബാധ്യത കൊണ്ട് തടയപ്പെട്ട അവസ്ഥയിലാണ്, നീ അത് വീട്ടിക്കൊടുക്കണം. അപ്പോ ഈ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് അദ്ദൈതു അൻഹു ഇല്ലാ ദീനാറൈനി ഇദ്ദഅതുഹുമാ ഇംറഅത്തുൻ വലൈസ ലഹാ ബയ്യിനത്തുൻ. കടം വീട്ടി കൊടുക്കാൻ പറഞ്ഞു. സഹാബി കടം വീട്ടി കൊടുത്തു. എന്നിട്ട് സഹാബി എന്ന് പറഞ്ഞു, റസൂലല്ലാഹ് എല്ലാം ഞാൻ വീട്ടി കൊടുത്തു, എന്നാൽ 2 ദീനാറ് ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞു. സ്ത്രീ കടബാധ്യതയുള്ളതാണ് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീയുടെ അടുക്കൽ എന്തില്ല, അതിനുള്ള തെളിവൊന്നുമില്ല, കൊടുക്കാണ്ടെന്ന് തരാനുണ്ടെന്നുള്ള തെളിവൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഅതിഹാ ഫഇന്നഹാ മുഹിഖത്തുൻ. നീ അവൾക്ക് കൊടുത്തേക്ക്, അവള് സത്യസന്ധയുള്ളവളാണ്, അവള് പറയുന്നത് സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കടബാധ്യതയായിട്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൽ നിന്ന് അത് വീട്ടിക്കൊടുക്കണം. ഇനി അയാൾക്ക് സ്വത്തില്ലാത്ത അവസ്ഥയാണെങ്കിൽ വീട്ടിക്കൊടുക്കേണ്ടത് അയാളുടെ കുടുംബക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ നമസ്കരിച്ചു, ജനാസയിൽ പങ്കെടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹാ ഹുനാ മിൻ ബനി ഫുലാനി അഹദുൻ, ഈ ഇന്നാളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ, മരണപ്പെട്ട ആള്? 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ ആരും വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എണീറ്റ് വന്നു. അങ്ങനെ ആ വ്യക്തി വന്നിട്ട്
വ്യക്തി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മഅ്സൂറുൻ ബിദൈനിഹി, അവന്റെ കടബാധ്യത കൊണ്ട് പിന്നെ തടയപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തിയോട്, കുടുംബത്തിൽപ്പെട്ട ആളോട് ആ കടം വീട്ടാൻ പറഞ്ഞു. അങ്ങനെ ആ കുടുംബം ലഖദ് റഅയ്തു അഹ്ലഹു വമൻ യതഹസ്സൻ ലഹു ഖദഉൻ, അങ്ങനെ അവരാകെ വിഷമിക്കുന്ന അവസ്ഥയിലായി. അവരുടെ കടബാധ്യത, ഈ വ്യക്തിയുടെ കടബാധ്യത വീട്ടാൻ എന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഹത്താ മാ ജാഅ അഹദുൻ യത്ലുബുഹു ബിശൈഇൻ, പക്ഷേ ഈ വ്യക്തിയുടെ കടവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് ഒരാളും വന്നില്ല. ആ കടം അങ്ങനെ ആൾക്കാർ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞത്, ഒന്നാമത് അയാളുടെ സ്വത്തിൽ നിന്ന് കടം വീട്ടണം, അതില്ല എങ്കിൽ അയാളുടെ കുടുംബക്കാർ അയാളുടെ കടം വീട്ടിൽ കൊടുക്കണം. മൂന്നാമത്തേത്, അങ്ങനെ കുടുംബക്കാരുടെ അടുത്തുമില്ല എങ്കിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആർക്കും മറ്റൊരു മുഅ്മിനിന്റെ കടം വീട്ടിൽ കൊടുക്കാം. നമുക്ക് പ്രശസ്തമായി ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കടം വീട്ടാമെന്ന് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ നമസ്കരിക്കാൻ വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഇവന് എല്ലാ കടമുണ്ടോ? അതിന് 2 ദിർഹമോ ദീനാറോ കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക, ഞാൻ നമസ്കരിക്കുന്നില്ല. അപ്പൊ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി ഞാനത് ഏറ്റെടുത്തു, ഞാനത് വീട്ടിൽ കൊടുത്തോളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ചു. പിറ്റേ ദിവസം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, പിന്നെ ഇജാവ് വീട്ടിയോ? അപ്പൊ ഇല്ല, വീട്ടണം പറഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടണം എന്ന് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ട് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊടുത്തു. അപ്പോ ഒരു മുസ്ലിം മരിച്ചാൽ, ഒരു മുഅ്മിൻ മരിച്ചാൽ അവന്റെ സ്വത്തിലില്ല, അവന്റെ കുടുംബക്കാരുടെ അടുത്തില്ല. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് അത് വീട്ടിൽ കൊടുക്കാവുന്നതാണ്. അതും ചെയ്യുന്നില്ല എങ്കിൽ ആ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ പിന്നെ അവരുടെ അമീറിന്റെ ആ ബാധ്യതയായിട്ട് അത് മാറും. ആ അമീറാണ് പിന്നെ അത് വീട്ടിൽ കൊടുക്കേണ്ടത് എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഹമല മിൻ ഉമ്മത്തി ദൈനൻ ثم جحد في قضائه فمات ولم يقضه فأنا وليه. من حمل من أمتي دينا, എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഒരു കടബാധ്യതമായിട്ട് മരണപ്പെടും, കടബാധ്യത ഉണ്ടായി, ثم جحد في قضائه, അവനത് വീട്ടാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു, ഫമാത, പക്ഷെ അതിനു മുമ്പ് അവൻ മരണപ്പെട്ടു, വലം യഖ്ലഹി ഫഅന വലിയുഹു, അവനത് വീട്ടിയിട്ടില്ല എങ്കിൽ ഞാനാണ് അവന്റെ വലിയ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലയ്ക്ക്. അപ്പോ അതിന്റെ ഭരണാധികാരി അത് വീട്ടിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു മയ്യത്തിന് കടബാധ്യത വീട്ടിൽ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ആ ബാധ്യത വീട്ടിൽ കൊടുത്താൽ മയ്യത്തിന് ഉപകരിക്കുമെന്നുള്ളതും. ആറാമത്തേത് ഖളാഉ മാ അലൈഹി മിൻ നദർ, ആ മരണപ്പെട്ട മയ്യിത്ത് എന്തെങ്കിലും നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, നെദറുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം, അന്ന സഅദ് ഇബ്നു ഉബാദത അൽ-അൻസാരിയ ഇസ്തഫ്ത അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നദരിൻ കാന അലാ ഉമ്മിഹി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉമ്മ മരണപ്പെട്ടു. അപ്പൊ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഫത്വ ചോദിക്കുകയാണ്. എന്റെ ഉമ്മാക്കുണ്ടായിരുന്ന, അവരുടെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു ഉമ്മാക്കുണ്ടായിരുന്ന നേർച്ചയെ സംബന്ധിച്ച്. അങ്ങനെ പറഞ്ഞു, ഫതുവഫിയത് ഖബ്ല അൻ തഖ്ലിയ, ആ നേർച്ച നിർവഹിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫഫ്താഹു അൻ യഖ്ലിയഹു അൻഹാ ഫകാനത് സുന്നത ബഅദ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേർച്ച വീട്ടാൻ പറഞ്ഞു. അതിനുശേഷം അതൊരു സുന്നത്തായിട്ട്, അഥവാ നമ്മുടെ മാതാപിതാക്കൾക്കോ മറ്റോ എല്ലാം നേർച്ചയുണ്ടെങ്കിൽ അത് വീട്ടാതെ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുക. നേർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം, അതിൽ ഇന്നത് നിർവഹിക്കാമെന്ന് സ്വയം നിർബന്ധമാക്കുന്ന കാര്യത്തിലാണ് നേർച്ച എന്ന് പറയാം. ഇസ്ലാമിൽ ആവശ്യമില്ലാതെ ഇന്ന സംഭവം ഉണ്ടായാൽ ഇന്നെ ചെയ്യാന്നുള്ള നേർച്ച നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഭവമാണ്. ചില ഉലമാക്കൾ അത് ഹറാമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അനുവദിക്കപ്പെട്ട ഇബാദത്തിന്റെ ഒരു ഇനവുമാണ്. അതായത് പിന്നെ ഇന്നത് ഉണ്ടായ എന്നെ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒരു കാര്യം ചെയ്യാം എന്നുള്ള നിലയ്ക്ക് സ്വയം ചില അമലുകൾക്ക് പിന്നെ നേർച്ച ചെയ്യുക എന്നുള്ളത്. ഇനി പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു, ഒരാൾ മരണപ്പെടുകയാണ്, അവന്റെ മേലെ നോമ്പുണ്ടെങ്കിൽ അവന്റെ വലിയ, അവന്റെ കുടുംബക്കാർ ആ നോമ്പ് വീട്ടിൽ കൊടുക്കട്ടെ, ഏറ്റവും അടുത്ത കുടുംബക്കാർ ആ നോമ്പ് വീട്ടിൽ കൊടുക്കട്ടെ. ഇവിടെ ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുള്ള വിഷയം, നോമ്പ് വീട്ടുക എന്ന് പറഞ്ഞാൽ അത് നേർച്ച ചെയ്ത നോമ്പുകൾ മാത്രമാണോ, അതോ റമളാനിലെ ചില നോമ്പുകൾ ബാക്കിയുണ്ട്, ആ നോമ്പും അവരുടെ വലിയകൾ, അവരുടെ അടുത്ത ആളുകൾ നോറ്റ് വീട്ടേണ്ടതുണ്ടോ? ഉലമാക്കൾ രണ്ട് അഭിപ്രായത്തിനും പല തെളിവുകൾ ഉദ്ധരിക്കുമെങ്കിലും റാജിഹായിട്ട് ഉലമാക്കൾ അതിൽ പ്രബലമായ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം,
നിർബന്ധമായ കർമ്മങ്ങൾ അതിൽ നോമ്പ്, നിസ്കാരം എന്നിവ വീട്ടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതായിട്ട് വ്യക്തമായി വന്നിട്ടില്ല. എന്നാൽ നേർന്ന കാര്യങ്ങൾ അഥവാ നോമ്പ് എന്നുള്ളത് അത് വീട്ടിൽ കൊടുക്കണം. ഇനി നിർബന്ധമായ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിന് പകരം ഫിദിയ കൊടുക്കുക എന്നുള്ളത്, സദഖ ഓരോന്നിന്റെ കണക്ക് പ്രകാരമുള്ള ആ സദഖ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, അന്നംറഅതൻ ജാഅത് ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ഇന്നഹു കാന അലാ ഉമ്മിഹാ സ്വൗമു ശഹ്രിൻ, എന്റെ ഉമ്മയുടെ മേലെ ഒരു മാസത്തെ നോമ്പ് ഉണ്ട്, അഫഅഖ്ളിഹി അൻഹാ, ഞാനത് വീട്ടണമോ? മറ്റൊരു ഹദീസിൽ ഈ കാണാം, ഒരിക്കലൊരു സ്ത്രീ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു മാസം നോമ്പ് നോൽക്കാമെന്നുള്ളത്. പക്ഷെ അത് നിർവഹിക്കുന്നതിന് മുമ്പ് സ്ത്രീ മരണപ്പെട്ടു. അപ്പൊ എന്താണ് ചെയ്യുക? അപ്പൊ ഞാനത് വിട്ടട്ടെ എന്ന് മകൾ വന്ന് ചോദിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന അലാ ഉമ്മിക്കി ദൈനുൻ അകുൻതി ഖാളിയത, നിന്റെ ഉമ്മാക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ നീ ആ കടം വീട്ടൂലേ? അപ്പൊ പറഞ്ഞു, ഞാൻ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു അയ്യുഖ്ളാ, അള്ളാഹുവിന്റെ കടം അതിനേക്കാൾ വീട്ടാൻ അവകാശപ്പെട്ടതാണ്. അതായത് നേർച്ച തരിക എന്ന് പറഞ്ഞാല് അള്ളാഹുമായിട്ടുള്ള ഒരു കടമായി മാറിയിരിക്കുന്നു, അതവൻ വീട്ടേണ്ടതാണ്. അപ്പൊ മക്കൾ അത് വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും നേർച്ചകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊടുക്കൽ അത് ആ വലിയന്റെ മേലെയുള്ള ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് വീട്ടിൽ കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഏഴാമത്തേത് അസ്വദഖ, സ്വദഖ നിർവഹിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മീ ഇഫ്തുലതത് നഫ്സുഹാ, എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഞാൻ വിചാരിക്കുന്നു എന്റെ ഉമ്മ എങ്ങാനും ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ ഉമ്മ എന്ത് പറയും? ഉമ്മാന്റെ ആ സ്വത്തൊക്കെ സദഖ ചെയ്യാൻ പറയുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, പിന്നെ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് സദഖ കൊടുത്താല് അതിന്റെ പ്രതിഫലം ഉമ്മാക്ക് കിട്ടുമോ? അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, ഉമ്മാക്ക് അത് ലഭിക്കുന്നതാണ്. ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സദഖ നിർവഹിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി തുവഫിയത് വഅന ഗായിബുൻ അൻഹാ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല മരണപ്പെടുന്ന സമയത്ത് ഉമ്മാന്റെ അടുത്ത്. അയൻഫഉഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സദഖ കൊടുത്താൽ അത് ഉപകാരപ്പെടുമോ എന്റെ ഉമ്മാക്ക്? റസൂലുള്ളാഹി പറഞ്ഞു, നഅം. അങ്ങനെ സഅദ് ഇബ്നു ഉബാദ തന്റെ ഒരു തോട്ടം ഉമ്മാക്ക് വേണ്ടി സദഖ കൊടുക്കുകയുണ്ടായി. അപ്പൊ നമ്മളിൽ നിന്ന് നമ്മൾ അവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ സദഖ ചെയ്താൽ ആ സദഖ അവർക്ക് ഒരുപാട് തരത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അവർക്ക് ആ സദഖയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന മറ്റു പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കാം. ഒരുപാട് വ്യക്തികളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഞാൻ സദഖ കൊടുത്താൽ ഉപ്പാക്ക് ഉപകാരപ്പെടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ഇതുപോലെയാണ് ഖുർആൻ പാരായണം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്ത് ആരെങ്കിലും മരണപ്പെട്ടു, അപ്പോ ഒരു ഖതം ഓതിയിട്ട് അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക്, യാസീൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക്, സൂറത്തുൽ ബഖറ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക്. അല്ലെങ്കിൽ ചില ആളുകൾ മയ്യത്ത് മരണപ്പെട്ടു കഴിഞ്ഞാല് ആ ഖബറിന്റെ അടുത്ത് ഒരു അവിടെ താമസിക്കും. അവിടെ ചെറിയ ടെന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ താമസിച്ച് 40 ദിവസം തുടർച്ചയായിട്ട് ഇവര് നിസ്കരിക്കൂല, ജുമാ നിസ്കരിക്കൂല, അവിടെ ഓതുന്ന ആളുകള് അവര് തുടർച്ചയായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ അപകടമാണ് അത്. എന്നിട്ട് അത് ആ മയ്യത്തിന് ഉപകരിക്കുമെന്നുള്ളത്. അത് അധിക ആളുകളും തെളിവെടുത്തിട്ടുള്ളത് സ്വതക്ക കിട്ടുമല്ലോ, അപ്പോ ഖുർആനും കിട്ടുമെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തെറ്റായ ഒരു വാദമാണെന്ന് ഉലമാക്കൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹുവൊക്കെ ഖുർആൻ ഓതിയാൽ അതിന്റെ നേട്ടം ലഭിക്കുമെന്നുള്ളത് അത് ദഈഫായ ചില ഹദീസുകളുടെയും ഈ സദഖയുമായി ബന്ധപ്പെട്ട് ഖിയാസാക്കിയതിന്റെ ഫലമാണ്. ഇത് ഖിയാസാക്കാൻ പറ്റൂല. കാരണം എന്താ? ഇത് ഗായിബായിട്ടുള്ള ഒരു വിഷയമാണ്.
അതായത് നമ്മുടെ ദുനിയാവിയായിട്ടൊരു ഹുക്കുമല്ല, പരലോകത്തേക്ക് കിട്ടുമല്ലേന്ന് ആർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലല്ലാതെ നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് സ്വതക്കയുമായി ഖിയാസാക്കൽ നടക്കില്ല. ഈ ഒരു കാര്യം ഖുർആൻ ഓതി മരണപ്പെട്ട ആളുകൾക്ക് ഹദിയ ചെയ്യുക എന്നുള്ളത് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം നവവി റഹിമഹുല്ലാഹ് എല്ലാവരും ഈ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതല്ല എന്ന് മാത്രമല്ല പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുമാണ്. അതേസമയം സദഖ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എട്ടാമത്തേത് അൽ അത്ഖു വസ്സദഖതു വൽ ഹജ്ജ്, അടിമമോചനം, സ്വദഖ, ഹജ്ജ്, ഇതെല്ലാം മരണപ്പെട്ട വ്യക്തിക്ക് ഉപകരിക്കുന്നതാണ്. അന്നൽ ആസ് ബിൻ വായിൽ ഔസ അയ്യുതഖ അൻഹു 100 റഖബത്തിൻ, ആസ് ബിൻ വായിൽ എന്നുള്ള വ്യക്തി വസിയത്ത് ചെയ്തു 100 അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി. ഫഅതഖ ഇബ്നുഹു ഹിശാം 50 റഖബ, അങ്ങനെ ആ വ്യക്തിയുടെ മകനായ ഹിശാം 50 അടിമകളെ മോചിപ്പിച്ചു. ഫറാദ ഇബ്നുഹു അംർ അൻ യുഅതിക അൻഹു അൽ 50 അൽ ബാഖിയ, മറ്റൊരു മകനായ അംർ വിചാരിച്ചു ബാക്കിയുള്ള 50നെ ഞാൻ മോചിപ്പിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യട്ടെ? അപ്പൊ ആ വ്യക്തി ഒന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അബി ഔസ ബിഅതിഖി 100 റഖബത്തിൻ വഇന്ന ഹിശാമൻ അഅതഖ അൻഹു 50 വബഖിയത് അലൈഹി 50 റഖബത്തൻ അഫഅഅതിഖു അൻഹു. കാര്യം പറഞ്ഞു, എന്റെ ഉപ്പ ഇങ്ങനെ 100 അടിമകളെ മോചിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. എന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ 50 മോചിപ്പിച്ചു, ബാക്കി 50 ഞാൻ മോചിപ്പിക്കട്ടെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൗ കാന മുസ്ലിമൻ ഫഅതഖ്തും അൻഹു ഔ തസദ്ദഖ്തും അൻഹു ഔ ഹജജ്തും അൻഹു ബലഗു ദാലിക. നീ ആ മരണപ്പെട്ട വ്യക്തി മുസ്ലിം ആയിക്കൊണ്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവന് വേണ്ടി നീ അടിമ മോചിപ്പിച്ചാൽ, അവന് വേണ്ടി നീ സദഖ കൊടുത്താൽ, അവന് വേണ്ടി നീ ഹജ്ജ് നിർവഹിച്ചാൽ ബലഗു ദാലിക, അവനത് എത്തുന്നതാണ്, അവനതിന്റെ ഉപകാരം ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഹജ്ജ് നിർവഹിക്കാം, അടിമ മോചിപ്പിക്കാം. സദഖയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്കോ വേണ്ടി നമുക്ക് കഴിയുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കാവുന്നതാണ്. അവർക്ക് അത് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, جاءت امرأة إلى النبي صلى الله عليه وسلم فقالت, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മി മാതത് വലം തഹുജ്ജ അഫ അഹുജ്ജു അൻഹാ, എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്റെ ഉമ്മ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല, ഞാൻ ഹജ്ജ് നിർവഹിക്കട്ടെ? എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് നിർവഹിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഹുജ്ജി അൻഹാ, അതെ, നീ ഹജ്ജ് നിർവഹിച്ചു കൊള്ളുക, ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ശാരീരികമായി ശേഷിയുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാവുന്നതാണ്, അത് അവർക്ക് ഉപകാരം ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന ഇംറഅതൻ മിൻ ജുഹൈനത ജാഅത് ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ചോദിച്ചു, ഇന്ന ഉമ്മി നദറത് അൻ തഹുജ്ജ ഫലം തഹുജ്ജ ഹത്താ മാതത് അഫ അഹുജ്ജു അൻഹാ, എന്റെ ഉമ്മ ഹജ്ജ് നിർവഹിക്കാമെന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്, എന്റെ ഉമ്മാക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല, ഞാനത് നിർവഹിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഹുജ്ജി അൻഹാ, നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ ഹജ്ജ് നിർവഹിക്കുക. അതുപോലെ ചോദിച്ചു, നിന്റെ ഉമ്മാക്ക് ഒരു കട ഉണ്ടെങ്കിൽ അത് വീട്ടൂലേ? അതുപോലെ അള്ളാഹുവിനായിട്ടുള്ള കടമാണ് ഏറ്റവും വീട്ടേണ്ടത് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരാൾ തന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ, ആദ്യം അവൻ സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കണം? ഹജ്ജ് ചെയ്തിരിക്കണം. സ്വന്തത്തിന് വേണ്ടി ഹജ്ജ് ചെയ്തവർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പാടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് പറയുന്നത് കേട്ടു, ലബ്ബൈക അൻ ശുബ്റുമ, ഞാൻ വന്നിരിക്കുന്ന ശുബ്രുമക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ശുബ്രുമ, ആരാണ് ശുബ്രുമ എന്ന് ചോദിച്ചു. അപ്പോ ആ വ്യക്തി പറഞ്ഞു, അഖുൻലി, എന്റെ സഹോദരനാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹജ്ജത അൻ നഫ്സിക്, നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞു, ഹുജ്ജ അൻ നഫ്സിക് തുമ്മ ഹുജ്ജ അൻ ശുബ്രുമ,
നീ നിനക്ക് വേണ്ടി ആദ്യം ഹജ്ജ് ചെയ്യും, എന്നിട്ട് പിന്നെ നിന്റെ സഹോദരന് വേണ്ടിയിട്ട് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ആദ്യം നമുക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. 9ാമത്തെ കാര്യമാണ് അൽ ഉംറ. നമുക്കറിയാം ഹജ്ജ് അനുവദിക്കപ്പെട്ട, അതുപോലെ തന്നെ ഉംറ നിർവഹിക്കുക എന്നുള്ളതും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അബീ ശൈഖുൻ കബീറുൻ ലാ യസ്തതിഉൽ ഹജ്ജ വൽ ഉംറത വൽ ദഅദ്. എന്റെ ഉപ്പ വളരെ വൃദ്ധനായിരിക്കുന്നു, ഹജ്ജ് നിർവഹിക്കാനോ അതുപോലെ ഉംറ നിർവഹിക്കാനോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ ഒന്നിനും കഴിയാത്ത അത്ര വാർദ്ധക്യത്തിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് അൻ അബീക വഅ്തമീർ. നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക, അതുപോലെ തന്നെ ഉംറ നിർവഹിക്കുക. അഥവാ ഈ ഉംറ നിർവഹിക്കുന്ന ഒരാൾ, നമ്മൾ ഉംറ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് അവർക്ക് ഉപകരിക്കുന്ന, അവർക്ക് നേട്ടം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാം പറഞ്ഞത്, നമ്മുടെ അടുക്കൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയതുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ചെയ്യുക. ഇതിനു പുറമെ നമ്മുടെ നാടുകളിൽ യാതൊരു തെളിവുമില്ലാത്ത, എണ്ണിയാൽ തീരാത്ത ഒരുപാട് ബിദ്അത്തുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ചില കുടുംബങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ബിദ്അത്തുകൾക്ക് എണ്ണമില്ല. ചില ആളുകൾ തലഭാഗത്ത് നിന്ന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം, അല്ലെങ്കിൽ കാൽഭാഗത്ത് യാസീൻ പാരായണം ചെയ്യണം, അതിൽ പണം കൊടുത്ത് ആളുകളെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഉലമാക്കൾ പറയുന്നത് ആ പണം വാങ്ങിയിട്ട് ആ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതിന്റെ പ്രതിഫലം അവന് തന്നെ കിട്ടില്ല. ഖുർആൻ ഓതി അവന് തന്നെ അതിന്റെ പ്രതിഫലം കിട്ടില്ല. പിന്നെ ഇങ്ങനെ മരിച്ച ആൾക്ക് കിട്ടുക, അത് അത്ര പോലും കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ഖുർആൻ ചെയ്യൽ, അല്ലെങ്കിൽ സ്വലാത്ത്, അല്ലെങ്കിൽ മൗലൂദ്, അല്ലെങ്കിൽ ദിക്ർ, ഇതെല്ലാം ദീനിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ദുനിയാവിലൊരു അമൽ സ്വീകരിക്കണമെങ്കിൽ 2 ഷർത്ത് വേണം. ഒന്ന് ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. 2 ഇത്തിബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആയിരിക്കണം. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഏതൊരു അമലും അത് ആരെങ്കിലും ചെയ്താൽ അത് റദ്ദാണ്. അതായത് നമുക്ക് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കളോടോ മറ്റോ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, അതിനുവേണ്ടി നാം കർമ്മം ചെയ്യുന്നു. പക്ഷെ ആ കർമ്മം അവർക്ക് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് തെറ്റായി ശിക്ഷയായി വരുന്നൊരവസ്ഥയാണെങ്കിലോ, അതാണ് ബിദ്അത്തുകളുടെ അപകടം. അപ്പൊ ചെയ്യാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിനക്ക് ചെയ്യാൻ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ള, ശറഅ് അനുവദനീയമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞവയൊക്കെയാണ്. ഇതെല്ലാം മയ്യിത്തിന് ഉപകാരം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ബിദ്അത്തുകൾക്ക് എതിരെ ഇത് അവർക്ക് ഉപകരിക്കില്ല എന്നും, നമ്മളെ നാടുകളിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ന കാര്യങ്ങൾ, നീ സ്വതക്ക കൊടുത്തോ, നീ അവരുടെ നേർച്ച നിർവഹിച്ചോ, നീ ഹജ്ജ് നിർവഹിച്ചോ, ഉംറ നിർവഹിച്ചോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഈ കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കണം. ഇതോടൊപ്പം സൂചിപ്പിക്കട്ടെ മറ്റു ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാ യൻഫഉൽ മയ്യിത്ത് മിൻ കസബിഹി. ഒരു മയ്യിത്ത് ദുനിയാവിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് മരണശേഷം മയ്യിത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? മറ്റൊരാൾ ചെയ്താൽ മയ്യിത്തിന് പരലോകത്ത് ഉപകാരപ്പെടുന്ന, ഖബറിൽ മറ്റു ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മരണപ്പെടുന്ന വ്യക്തി ഇവിടെ ചെയ്തു വെച്ചാൽ അതിൽ നിന്ന് ഉപകരിക്കുന്ന കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ് അതായത് എന്തെങ്കിലും ഒരു കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി മുളപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും മരം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൃഷിയുണ്ട്, എന്തെങ്കിലും ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപകരിക്കുന്നതാണ്. ബുഖാരി മുസ്ലിം എന്നൊരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യഗ്റസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു അത്വയ്ർ ഔ ഇൻസാൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു വ്യക്തി ഒരു കൃഷി നടത്തി, അതിൽ എന്തെങ്കിലും ഒരു മരം നട്ടു, എന്തെങ്കിലും ഒരു ചെടി നട്ടു, അവൻ മരണപ്പെട്ടു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യൻ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് അവൻ എന്തായിട്ട് ലഭിക്കും? സ്വതക്കയായിട്ട്, അവൻ ചെയ്യുന്ന സ്വതക്കയായിട്ട് ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പൊ ധാരാളം ഉപകരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ചെടി നടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഉപകരിക്കുന്ന കാര്യങ്ങളായിട്ട് അള്ളാഹു പ്രതിഫലം പ്രതീക്ഷിക്കണം. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് കൃഷി ഏതെങ്കിലും ജന്തുജീവജാലങ്ങൾ തിന്നാൻ പോലും അവന് ലാഭമാണ്. ഒരു മുസ്ലിമിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരാൾ കൃഷി നടത്തി, ആ കൃഷി നടത്തുമ്പോൾ അവൻ അതിന് ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, അത് ഖൈറാണ്. അതേസമയം ആ കൃഷി മറ്റേതെങ്കിലും ജന്തുജീവജാലങ്ങൾ എടുത്ത് ഭക്ഷിച്ചു,
ആ രീതിയിൽ വിചാരിക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതവന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആ പക്ഷി ഒരു ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതവന് സ്വതക്കയാണ്. ഒരു മൃഗം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതവന് സ്വതക്കയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളിലും ഇങ്ങനെ നന്മയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു വ്യക്തി നല്ലൊരു സുന്നത്ത് നിർവഹിക്കുക, അല്ലെങ്കിൽ പിന്നെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ട്, അഥവാ നമ്മളൊരു നല്ല മാതൃക ഒരു സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ, ഒരാൾ ഇസ്ലാമിൽ നല്ലൊരു മാതൃക കാണിച്ചു കൊടുത്താൽ അവന് അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അതുപോലെ തന്നെ അത് പിൻപറ്റിയ ആളുകളുടെ പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ്. അപ്പോ നമ്മളൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ തുടർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ പരലോകത്തേക്ക് ഉപകരിക്കുന്നതാണ്. മൂന്നാമത്തേത് അൽ മൗതു ഫീ സബീലില്ലാഹി മുറാബിതൻ, ഇസ്ലാമിന്റെ കാവൽക്കാരനായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക്, അവർക്ക് ആ മരണപ്പെടുന്ന ആളുകൾക്ക് അവർ ചെയ്ത അമല് അല്ലെങ്കിൽ അതിന്റെ നന്മകൾ സ്വതക്കയായിട്ട് ആ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് വന്നു ചേരുന്നതാണ്. നാലാമത്തേത് ഷർഈയായിട്ടുള്ള ഇൽമ്, അത് പഠിപ്പിച്ചു കൊടുക്കലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരടിമക്ക് ഖബറിൽ ഉപകാരപ്പെടുന്നതാണ്, അഥവാ സ്വന്തം ഖബറിലേക്ക് ഉപകാരപ്പെടുന്നതാണ്. അഞ്ചാമത്തേത് അസ്സദഖത്തുൽ ജാരിയ, ജാരിയായ സ്വതക്ക. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു, സ്വതക്കത്തുൻ ജാരിയ എന്നുള്ളത് നിലനിൽക്കുന്ന ഉപകാരങ്ങൾ നിലനിന്ന് വർദ്ധിക്കുന്ന സ്വതക്ക നിർവഹിക്കുക എന്നുള്ളത് അവനവന്റെ ഖബറിലേക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആറാമത്തേത് അൽ വലദു സ്വാലിഹ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ് സ്വാലിഹായ മക്കൾ. അവരുടെ പ്രാർത്ഥന, അവരുടെ ദുആ, അവർ ചെയ്യുന്ന നന്മകൾ, അതിന്റെ നേട്ടങ്ങൾ ഈ മാതാപിതാക്കൾക്ക് ഖബറിൽ ലഭിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നാം ചുരുക്കി പറഞ്ഞത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും അതുപോലെ നാം ദുനിയാവിൽ ചെയ്താൽ ഖബറിലേക്ക് നമുക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. കാരണം പല ആളുകളും നാം സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടമായിട്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ വളരുന്ന ഒരു കാര്യമാണ് മരണപ്പെട്ടു. കാരണം ആ മരണപ്പെടുക എന്ന് പറയുമ്പോ കൽബിൽ എപ്പോഴും ഒരു സ്നേഹം അവിടെ കിടക്കുന്നുണ്ടാവും. എന്താ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുക? ആളുകൾക്ക് അങ്ങനെയാണല്ലോ, എന്താണ് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുക? അതുപോലെ അത്രയൊരു മാനസികാവസ്ഥയിലായിരിക്കും. ആ കൽബ് അങ്ങനെ ഒരു വിഷമത്തിന്റെ ആ അവസ്ഥകളിൽ ശൈത്താന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലേക്ക് കയറാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും പിശാചിന് കയറാൻ പറ്റുന്ന സന്ദർഭപ്പെട്ടതാണ് അവന്റെ കൽബ് ഒന്നെങ്കിൽ നല്ല സങ്കടത്തിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ നല്ല കോപത്തിന്റെ അവസ്ഥയിൽ ശൈത്താന് പെട്ടെന്ന് കയറാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു നന്മ ചെയ്യാമെന്ന നിലയ്ക്ക് ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും, പല വിദ്യാർത്ഥികളിലേക്ക്. ആ സാധാരണക്കാരായ ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്റെ ഉപ്പാക്ക് എന്തെങ്കിലും നന്മ ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതൊരു സന്ദർഭത്തിലും ദീനിന്റെ അടിസ്ഥാനം രണ്ട് ഷഹാദത്താണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം, രണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് തന്നതുപോലെയുമായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ ഉപകാരപ്പെടുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കുകയും ഇത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ആ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാണ്, മരണപ്പെട്ട ആ സമയത്തുള്ള ദുആ, മയ്യത്ത് മരണപ്പെട്ടുള്ള ആ സമയത്ത് അവിടെ നിന്ന് ദുആ ചെയ്യുക എന്നുള്ളത്. രണ്ട്, മയ്യത്ത് നമസ്കാരത്തിലെ ദുആ, നമസ്കാരം എന്നുള്ളത്. മൂന്ന്, മയ്യത്ത് ഖബറിൽ വെച്ച് ആ ഖബർ മൂടിയതിനു ശേഷം അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ തേടലും ദുആ ചെയ്യലും. നാല്, മയ്യത്ത് ഖബറിലായിരിക്കുമ്പോൾ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള ദുആ, അല്ലെങ്കിൽ ആ ഖബറിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ദുആ. അഞ്ചാമത്തേത് കടം വീട്ടി കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ആറാമത്തേത് നേർച്ചകൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക എന്നുള്ളത്. ഏഴാമത്തേത് സ്വതക്ക, ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. എട്ടാമത്തേത് അടിമമോചനം, ഹജ്ജ് എന്നുള്ളത്. ഒമ്പതാമത്തേത് അൽ ഉംറ എന്നുള്ളത്. ഈ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം നമസ്കാരം പോലുള്ള കാര്യങ്ങൾ മറ്റ് മരണപ്പെട്ടവർക്ക് നമസ്കരിച്ച് പ്രതിഫലം എന്താകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയും ഇതല്ലാത്ത ബിദ്അത്തുകൾ നാം ഒഴിവാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൂടുതൽ പഠിക്കാനും കൂടുതൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.